സിനിമാ സെറ്റിലെ സ്ത്രീകൾക്കു നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ നിസ്സാരവൽക്കരിച്ചും ഇരകളെ അധിക്ഷേപിച്ചും നടി മാലാ പാർവതി. അതിക്രമങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കണമെന്നാണ് സ്ത്രീകൾക്ക് മാലാ പാർവതി, ഒരു മുതിർന്ന അഭിനേത്രി കൂടിയാണ്, അവർ നൽകുന്ന ഉപദേശം. നിയമവ്യവഹാരങ്ങളെയും തുറന്നു പറച്ചിലിനെയും പരിഹസിക്കുക കൂടിയാണ് അവർ. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ വിൻസിക്ക് നേരെയും വാവിട്ട വാക്കുകളുണ്ട്. യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മാലാ പാർവതിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം. മാലാ പാർവതി തന്നെയാണെങ്കിൽ മാലാ പാർവതി തന്നെ ഈ നടിയെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ WCC വിഷയങ്ങൾ ഉൾപ്പെടെ പലപ്പോഴും ഒരുപക്ഷെ നമുക്കൊക്കെ ശരിയാവുന്ന തോന്നുന്ന രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുള്ള ഒരു നടി കൂടിയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഈ പ്രതികരണം ഉണ്ടാകുമ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. രാഹുൽ ജി നാഥ് തിരുവനന്തപുരത്ത് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലൊക്കെ നടിമാർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമയത്തൊക്കെ നമ്മൾ കേട്ടതാണ് എത്രത്തോളം ക്രൂരതകൾ ഓരോ നടിമാർ, അത് ചെറിയ ആർട്ടിസ്റ്റുകൾ മുതൽ വലിയ ആളുകൾ വരെ നേരിട്ടുവെന്ന ആ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു. പക്ഷെ എന്നിട്ടും സ്ഥിതിക്ക് ഒരു മാറ്റവും വന്നില്ല എന്ന് ഈ വിൻസിയുടെ അനുഭവം നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു നടി തന്റെ കരിയറിനെ പോലും ഒരു പക്ഷേ അപായപ്പെടുത്തുന്ന രീതിയിലാണ് തുറന്നു പറച്ചിൽ നടത്തിയത്. സിനിമാ സെറ്റിലുണ്ടായ ലഹരി ഉപയോഗം, അതോടൊപ്പം തന്നെ ഒരു നടൻ, മെയിൻ നടന്റെ, അതിൽ ടൈറ്റിൽ റോൾ ചെയ്യുന്ന ഒരു നടന്റെ ഭാഗത്ത് നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയുകയാണ്. എന്താണ് അപ്പോൾ ചെയ്യേണ്ടത്? കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തക, അവരെ ചേർത്ത് പിടിക്കണം, അവർക്കൊപ്പമുണ്ട് ഞാൻ എന്ന പിന്തുണ നൽകണം. പക്ഷെ അതിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കൂ. ബ്ലൗസ് മാറ്റാൻ പോകുമ്പോൾ കൂടെ വരട്ടെ ഒരു കൂടെ തൊഴിലത്തിൽ ജോലി ചെയ്യുന്ന നടൻ ചോദിച്ചാൽ അതെങ്ങനെയാണ് കോമഡി ആവുക? രാഹുൽ, അതിലെന്താണ് കോമഡി? ഇതിൽ തമാശയൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച എല്ലാവരും പറഞ്ഞത് മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നൊരു കാര്യം പറയുന്നു. ഒപ്പം ഈ ദുരനുഭവം തുറന്നു പറയാൻ മനസ്സു കാണിച്ച വ്യക്തികളെ അഭിനന്ദിക്കുകയാണ്. അതായത് ഇത്തരത്തിൽ തുറന്നു പറഞ്ഞാൽ മാത്രമേ ഒരു മേഖല അത് നവീകരിക്കാൻ കഴിയൂ എന്നുള്ള വലിയ വസ്തുത മുന്നിലുണ്ട്. ആ ഘട്ടത്തിലാണ് ഇതേ മേഖലയിലെ പ്രശ്നങ്ങൾ അറിയാകുന്ന, കുറച്ച് കാലം മുൻപ് ഈ പ്രശ്നങ്ങൾ വലിയ തോതിൽ ചർച്ചയായ ഘട്ടത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തിയ ആൾ ഒരു വിഷയത്തെ വ്യക്തിപരമായോ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള നിലപാടെടുക്കുന്നത് അതെങ്ങനെ സാധിക്കും എന്നുള്ളത് തന്നെയാണ് വലിയ വിമർശനമായി ഉയരുന്നത്. തുറന്നു പറഞ്ഞുകൊണ്ട് അവർ ജോലി ചെയ്യുന്ന മേഖലയെ നവീകരിക്കേണ്ടതിനപ്പുറത്തേക്ക് ആ വിഷയത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരു പോട എന്ന് പറയുന്ന വാക്കിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും, സ്വയം നിങ്ങളുടെ മനസ്സ് മാറ്റൂ എന്ന് പറയുന്ന തരത്തിലേക്ക് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇപ്പോൾ കലാകാരെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വിശാലമായി, കലാകാരെന്നല്ല എല്ലാ മനുഷ്യരും ഒരു പക്ഷേ വിശാലമായി ചിന്തിക്കേണ്ടവരാണ്. അവർ നിൽക്കുന്ന മേഖലയിലേക്ക് ഇനിയും ആളുകൾ വരേണ്ടതാണ്. അവർക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാകരുത് എന്ന് ചിന്തിക്കേണ്ട മനുഷ്യരാണ്. അവിടെ അതിന് എന്ത് പരിഹാരമാണ് വേണ്ടത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം മുന്നിലുണ്ട്. ആ ചോദ്യത്തിന് മറുപടിയായി ഒരു വാക്കുകൊണ്ട് ഒരു തർക്കത്തിലേക്കോ നിയമ വ്യവഹാരങ്ങളിലേക്കോ പോകാതെ നിങ്ങൾ പറഞ്ഞങ്ങ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഒരു നീതികേട് അതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള വലിയ ചോദ്യമുണ്ട്. കാരണം എങ്ങനെയാണ് ഒരു സിനിമയാണ്, ആ സിനിമയിൽ അഭിനയിക്കേണ്ടതാണ്, ഒപ്പം അഭിനയിക്കേണ്ട നടനാണ്, ആ നടൻ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ പിന്നീട് നിങ്ങൾക്കൊരു വാക്കുകൊണ്ട് അത് നിസാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും? അത് ഏത് മേഖലയിലായാലും എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സിനിമാ മേഖല എന്നില്ല, ഏത് തൊഴിൽ മേഖലയാണെങ്കിലും ശരി, സഹപ്രവർത്തകരെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, അത് ഏത് രീതിയിലാണെങ്കിലും, ജസ്റ്റർ ആണെങ്കിലും ശരി, അത് മോശമാണ്. അത് ഇനിയും ഇക്കാലത്തും പറഞ്ഞു തരേണ്ടി വരുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ഗതികേട് നിൽക്കുന്നത്.